എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതുപടിയിലേക്ക് സ്വാഗതം. +1 സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻറ്റ് എക്സാം റിസൾട്ട് 2025 റിസൾട്ട് എങ്ങനെ ചെക്ക് ചെയ്യാം? റിസൾട്ട് ഉടൻ പ്രസിദ്ധീകരിക്കും. വിശദമായ വാർത്തയിലേക്ക് പോകാം. ആദ്യമായിട്ട് ഈ ഷോയിൽ കാണുന്ന വിദ്യാർത്ഥിനികൾ തീർച്ചയായും അടിക്കേണ്ട മറക്കേണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കാം. സബ്സ്ക്രൈബ് ചെയ്തതിന് നോട്ടിഫിക്കേഷൻ ബെല്ലുകൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ട് തീർച്ചയായും ലൈക്കും കൂടി ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോയ്ക്ക് തല ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വളരെ സുപ്രധാനവും വളരെ പ്രാധാന്യം അറിയിക്കുന്ന വാർത്തയിലേക്ക് തന്നെ കിടക്കാം. +1 സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻറ്റ് എക്സാം റിസൾട്ട് 2025 റിസൾട്ട് എങ്ങനെ ചെക്ക് ചെയ്യാം എന്ന ഡീറ്റെയിൽഡ് വിവരമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കൂടെ ചെക്ക് ചെയ്യുക. റിസൾട്ട് ഏതൊക്കെ വെബ്സൈറ്റുകളിലാണ് പ്രസിദ്ധീകരിക്കാം? റിസൾട്ട് ഉടൻ പ്രസിദ്ധീകരിക്കുമെന്ന് പല വിദ്യാർത്ഥികളും ചെയ്യുന്നുണ്ട്. വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ട കാര്യം, റിസൾട്ട് ഒറ്റ വെബ്സൈറ്റിലാണ് പ്രസിദ്ധീകരിക്കുക. Kerala results.nic.in Kerala results.nic.in എന്ന ഒറ്റ വെബ്സൈറ്റിൽ മാത്രമാണ് പല പ്രസിദ്ധീകരണം നടത്താറ്. ആ Kerala results.nic.in എന്ന വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ DHSC ഫസ്റ്റ് ഇയർ സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻറ്റ് എക്സാം റിസൾട്ട് 2025 DHSC ഫസ്റ്റ് ഇയർ സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻറ്റ് എക്സാം റിസൾട്ട് 2025 എന്ന ലിങ്ക് ലഭ്യമാവും. ഇപ്പോൾ നിങ്ങൾ കയറി നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് DHSC ഫസ്റ്റ് ഇയർ സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻറ്റ് എക്സാം റിസൾട്ട് 2025 DHSC ഫസ്റ്റ് ഇയർ സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻറ്റ് എക്സാം റിസൾട്ട് 2024 എന്ന ലിങ്ക് ലഭ്യമാണ്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്ന് ചെക്ക് ചെയ്യാൻ നിങ്ങൾക്ക് നോക്കാം. നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ നൽകി ഡേറ്റ് ഓഫ് ബർത്ത് നൽകി സബ്മിറ്റ് ചെയ്യാനുള്ള വിൻഡോ നിങ്ങൾക്ക് കിട്ടും. അങ്ങനെയാണ് റിസൾട്ട് ചെക്ക് ചെയ്യുക. ഇപ്പോൾ DHSC ഫസ്റ്റ് ഇയർ സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻറ്റ് റിസൾട്ട് 2025 എന്ന ലിങ്ക് അവിടെ ആക്റ്റീവ് ആകുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പറും ഡേറ്റ് ഓഫ് ബർത്ത് നൽകി സബ്മിറ്റ് ചെയ്തിട്ടാണ് നിങ്ങൾ നിങ്ങളുടെ റിസൾട്ട് ചെക്ക് ചെയ്യുക എന്ന് വിദ്യാർത്ഥികൾക്ക്. റിസൾട്ട് വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ ഏപ്രിൽ മാസം 20-ാം തീയതിക്കുള്ളിൽ തന്നെ ലഭ്യമാകുമെന്നാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് അറിയിക്കുന്നത്. വാല്യുവേഷൻ നടപടികളും ടാബുലേഷൻ നടപടികളും ഒക്കെ തന്നെ പൂർത്തിയായിട്ടുണ്ട്. എന്തായാലും വിദ്യാർത്ഥികൾക്ക് റിസൾട്ട് മെയ് 20-നകം പ്രതീക്ഷിക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. മൈ നെയിം ഈസ് ഫൗണ്ടർ ഓഫ് സ്ക്രൈബ് ഫോർ ദ കരിയർ ഗൈഡൻസ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.